നിസ്സഹായരായ ഒരു കൂട്ടം ഹാജിമാരുടെ യാതനകളെക്കുറിച്ച് പറയുകയാണ് ഇവിടെ. ഇസ്ലാം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഹജ്ജ് അവരുടെ ഏറ്റവും അവസാനത്തെ വിശ്വാസ പ്രമാണമാണ്. അതിനായി ഇക്കാലം അത്രയും ഇന്ത്യ ഗവൺമെന്റ് എല്ലാവിധ പിന്തുണകളും നൽകിയിട്ടുണ്ട്. എന്നാൽ 2024 ഹജ്ജ് മുതൽ കരിപ്പൂരിൽ നിന്നും പുറപ്പെടുന്ന ഹാജിമാരിൽ നിന്നും എയർ ഫെയറായി നീതീകരിക്കപ്പെടാനാകാത്ത രൂപത്തിൽ 36,000 രൂപ അധിക ചാർജാക്കി ഈടാക്കുവാൻ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന പ്രൈവറ്റ് വിമാന കമ്പനി തയ്യാറായി. ഇതിന്റെ ബാക്കി എന്നോണം 2025 ഹജ്ജിന് കൊച്ചി കാലിക്കറ്റ് വ്യത്യാസം 43,000 രൂപയുടെ അധികവുമാക്കി. 2024 എയർ ഫെയർ ചൂഷണം മനസ്സിലാക്കിയ ഹാജിമാരിലേക്ക് സൗദി എയർലൈൻസ് കരിപ്പൂരിൽ ഈ വർഷം ഇറങ്ങുമെന്ന തരത്തിൽ പത്രമാധ്യമങ്ങളിൽ വാർത്തകൾ വന്നു. ഇത് വിശ്വസിച്ച 5,000 ഹാജിമാർ ഈ വർഷത്തെ ചൂഷണത്തിനായി നിന്നു കൊടുക്കേണ്ടി വന്നു എന്നതാണ് വാസ്തവം. ഈ തെറ്റായ വാർത്തകൾ ഹജ്ജിന് അപേക്ഷ സ്വീകരിക്കുന്ന ആ സമയത്ത് തന്നെ വന്നു എന്നതാണ് ഹാജിമാർ ഈ കെണിയിലേക്ക് വീഴുവാൻ കാരണമായത്. 2025 ജനുവരി 2 കേരള ഹജ്ജ് തീർത്ഥാടനത്തിന്റെ ചുമതലയുള്ള മിനിസ്റ്റർ വി അബ്ദുറഹ്മാൻ മൈനോറിറ്റി അഫയേഴ്സിന്റെ ക്യാബിനറ്റ് മിനിസ്റ്ററായ കിരൺ റിജിജുവിന് അയച്ച ഒരു കത്തിന്റെ കണ്ടന്റ് പത്രമാധ്യമങ്ങളിലൂടെ പുറത്തുവന്നു. ഈ വർഷത്തെ കേരളത്തിലെ വിവിധ എംബാർക്കേഷൻ പോയിന്റുകളിലെ എയർ ഫെയർ വ്യത്യാസവും റേറ്റിലെ ഏകീകരണവുമായിരുന്നു ഉള്ളടക്കം. കാലിക്കറ്റ് ഓപ്റ്റ് ചെയ്തവർക്ക് കൊച്ചിയേക്കാൾ 39,000 രൂപ കൂടുതലാണ് കോട്ട് ചെയ്തിരിക്കുന്നത് എന്നും ആ വാർത്തയിലുണ്ടായിരുന്നു. ഇതോടെ ആശങ്കയിലായ ഹാജിമാർ ഈ വിഷയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ സജീവമാക്കി. നിലമ്പൂരിൽ നിന്നും 60 ഹാജിമാർ ജനുവരി 6 ഒരു റെപ്രസെന്റേഷൻ തയ്യാറാക്കി മലബാറിലെ ഇരു സഭകളിലെയും എംപിമാർക്കും കേരളത്തിൽ നിന്നുള്ള ക്യാബിനറ്റ് മന്ത്രിമാർക്കും കേരള കേന്ദ്ര ഹജ്ജ് കമ്മിറ്റികൾക്കും ഇമെയിൽ അയച്ചു. തങ്ങൾക്ക് എംബാർക്കേഷൻ പോയിന്റ് കൊച്ചിയിലേക്ക് മാറ്റി നൽകുവാനായിരുന്നു അവരുടെ ആവശ്യം. ഇതിനെ മുൻനിർത്തി ഇ.ടി. മുഹമ്മദ് ബഷീർ എംപിയും ഹാരിസ് ബീരാൻ എംപിയും പ്രിയങ്ക ഗാന്ധി എംപിയും ക്യാബിനറ്റ് മിനിസ്റ്റർ കിരൺ റിജിജുവിന് ലെറ്റർ അയച്ചതായുള്ള വാർത്തകൾ പുറത്തുവന്നു. കൂടാതെ വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുക വരെ ചെയ്തു. ഇതിനിടയിൽ നിലമ്പൂറുകാർ ഇതേ പ്രശ്നം അഭിമുഖീകരിക്കുന്ന ഹാജിമാരെ കണ്ടെത്തി ഒരു കോമൺ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്കായി കൊണ്ടുവന്നു. ദിവസവും രാത്രി 9 ഗൂഗിൾ മീറ്റിലൂടെ ഹാജിമാരുമായി സംസാരിച്ച് അവരുടെ താമസ സ്ഥലം അനുസരിച്ചുള്ള ഒരു മണ്ഡലം കമ്മിറ്റിയും അതിലൂടെ ഒരു കോർ കമ്മിറ്റിയും ഫോം ചെയ്തു. വിവിധ ഏരിയകളിലുള്ള പല ജോലികൾ ചെയ്യുന്ന കമ്മിറ്റി അംഗങ്ങൾ ഈ വിഷയത്തെ ആധികാരികമായി പഠിച്ചു. അപ്രകാരം ന്യൂനതകളില്ലാത്ത ഒരു മികച്ച റെപ്രസെന്റേഷൻ ലെറ്റർ തയ്യാറാക്കി. മണ്ഡലം കമ്മിറ്റി വഴി 2,500 ഹാജിമാർ ഇതിൽ ഒപ്പുവെച്ചു. കേരളത്തിലെ എല്ലാ എംബാർക്കേഷൻ പോയിന്റിലെയും റേറ്റ് ഏകീകരിക്കുകയോ അല്ലെങ്കിൽ ഹാജിമാർ നൽകിയിട്ടുള്ള സെക്കൻഡ് ഓപ്ഷനായ എംബാർക്കേഷൻ പോയിന്റിലേക്ക് മാറ്റി നൽകണമെന്നോ അതുമല്ലെങ്കിൽ എല്ലാവരെയും കണ്ണൂരിലേക്ക് മാറ്റി നൽകണമെന്നുമുള്ളതായിരുന്നു ആ നിവേദനത്തിന്റെ ഉള്ളടക്കം. ഹാജിമാരിൽ ബഹുഭൂരിപക്ഷവും കൊച്ചിയാണ് സെക്കൻഡ് ഓപ്ഷനായി നൽകിയത്. എയർ ഇന്ത്യ എക്സ്പ്രസിനേക്കാൾ മികച്ച സർവീസ് സൗദി അറേബ്യൻ കമ്പനിക്ക് നൽകുവാൻ സാധിക്കും. എന്നാൽ ഇവിടെ ഇരു കമ്പനികളായതിനാലും കൂടുതൽ ടെക്നിക്കൽ ലീഗൽ കോംപ്ലിക്കേഷൻസ് ഉള്ളതിനാലും നമ്മുടെ അപേക്ഷ നിരസിക്കുവാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞാണ് മൂന്നാമത്തെ പോയിന്റായി എല്ലാവരെയും കണ്ണൂരിലേക്ക് മാറ്റുന്നതിനുള്ള ഓപ്ഷൻ മുന്നോട്ട് വെച്ചത്. കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് എന്ന കമ്പനിക്ക് പാസഞ്ചേഴ്സിന്റെ എണ്ണം നഷ്ടമാകില്ല. അതുകൊണ്ട് നമ്മുടെ ആവശ്യത്തെ കമ്പനി അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് കരുതിയത്. ഈ നിവേദനവുമായി കേരള ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ, കേരള മുഖ്യമന്ത്രി, വഖഫ് മന്ത്രി തുടങ്ങിയവർക്ക് നിവേദനം നേരിൽ കൈമാറി. പ്രധാനമന്ത്രി തൊട്ട് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഈ നിവേദനം ഇമെയിൽ അയച്ചു. അങ്ങനെ ഈ വിഷയത്തെ സജീവ ചർച്ചയിൽ നിലനിർത്തുവാൻ സാധിച്ചെങ്കിലും കാര്യമായ റിസൾട്ട് ലഭിച്ചില്ല. അതോടെ കോടതിയിൽ ഈ പ്രശ്ന പരിഹാരത്തിനായി പോകുവാൻ തീരുമാനിച്ചു. അപ്രകാരം ഒരു ഹാജിയിൽ നിന്നും 200 രൂപ വീതം 2,000 ഹാജിമാരിൽ നിന്നുമായി പണം മണ്ഡലം കമ്മിറ്റി വഴി സ്വരൂപിച്ച് അടുത്ത ഘട്ടത്തിലേക്കായി കടന്നു. കാലിക്കറ്റിലെ ഉയർന്ന തുകയുമായി ബന്ധപ്പെട്ട ഒരു ഗവൺമെന്റ് ലെവലിലെ സർക്കുലർ ലഭിക്കാതെ പത്രത്തിൽ വന്ന ഒരു വാർത്ത അടിസ്ഥാനമാക്കി അല്ലെങ്കിൽ മന്ത്രിമാർ കൈമാറിയ കത്തുകൾ പോലുള്ളവ കോടതി തെളിവായി പരിഗണിക്കില്ല എന്ന് മനസ്സിലായി. ഇത്തരത്തിലുള്ള ഒരുപാട് ആശയക്കുഴപ്പങ്ങൾക്ക് ശേഷം ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുവാൻ തീരുമാനിച്ചു. കമ്മിറ്റിയിലെ ഭൂരിഭാഗം പേർക്കും കേസ് നടത്തി അത്ര പരിചയമില്ലാത്തതിനാൽ ഒരു മികച്ച ലോയറെ കണ്ടെത്തുക എന്നത് വെല്ലുവിളിയായിരുന്നു. ഈ സമയത്താണ് കഴിഞ്ഞ വർഷം എംബാർക്കേഷൻ പോയിന്റ് മാറ്റുന്നതിനായി ആ വർഷത്തെ ഹാജിമാർ കൊടുത്ത കേസിന്റെ ജഡ്ജ്മെന്റ് ഉൾപ്പെടെ എല്ലാ ഡീറ്റെയിൽസും ലഭിക്കുന്നത്. ഇതോടെ ആദ്യം കോൺഫിഡൻസ് നൽകിയ അഡ്വക്കേറ്റ്സ് പിന്നീട് പിന്മാറി. ഇതോടെ വീണ്ടും ഒരു അനിശ്ചിതാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു കാര്യങ്ങൾ.
രണ്ടും കൽപ്പിച്ച് കോടതി വഴി ഒരു ഡയറക്ഷൻ ലഭിക്കുന്നതിനായി ഒരു അഡ്വക്കേറ്റിന് വക്കാലത്ത് ഒപ്പിട്ടുകൊടുത്ത ദിവസങ്ങൾക്ക് ശേഷമാണ് ഹാരിസ് ബീരാൻ എംപിക്ക് ക്യാബിനറ്റ് മിനിസ്റ്ററായ കിരൺ റിജിജുവിന്റെ മറുപടി കത്തിന്റെ കണ്ടന്റ് പത്രങ്ങളിൽ നിറയുന്നത്. അതോടെ കേസ് ഹൈക്കോടതിയിൽ എത്തും മുന്നേ ഗവൺമെന്റ് നിലപാട് എന്തെന്ന് മനസ്സിലായി. കഴിഞ്ഞ വർഷത്തേക്കാൾ പാസഞ്ചേഴ്സിന്റെ എണ്ണം കുറഞ്ഞു. ടേബിൾ ടോപ്പായ എയർപോർട്ട്, വൈഡ് ബോഡി വിമാനങ്ങളെ തടയാനുള്ള റൺവേ നിയന്ത്രണങ്ങൾ, വിമാന ലഭ്യത തുടങ്ങിയ കാരണങ്ങളാണ് കരിപ്പൂരിൽ റേറ്റ് കൂടുവാൻ കാരണമെന്നായിരുന്നു ആ വാർത്ത. ഇതോടെ സുപ്രീം കോടതിയിൽ ഇതിനെ ചോദ്യം ചെയ്യുവാൻ തീരുമാനിച്ചു. മോഷൻ ഹിയറിംഗിലൂടെ കേസ് വേഗത്തിൽ കോടതിയിലെത്തി. ഹാജിമാരുടെ മറ്റ് ആവശ്യങ്ങളൊന്നും തന്നെ പരിഗണിക്കാതെ റേറ്റ് വ്യത്യാസത്തിന്റെ കാരണം വ്യക്തമാക്കുവാൻ കോടതി ഉത്തരവിട്ട് കേസ് അവസാനിപ്പിച്ചു. റേറ്റ് വ്യത്യാസത്തിന്റെ യഥാർത്ഥ കാരണം പറയാതെ ഒഴിഞ്ഞ മട്ടിൽ കാരണങ്ങൾ വിശദീകരിച്ച റിപ്പോർട്ട് മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ് സൈറ്റിൽ അപ്ലോഡ് ചെയ്യുകയും അധികം വൈകാതെ മൂന്നാം ഘടു അടയ്ക്കുവാനുള്ള സർക്കുലർ പുറത്തിറക്കുകയും ചെയ്തു. അതുപ്രകാരം 43,000 രൂപയോളം വ്യത്യാസമുണ്ട്. കണ്ണൂർ സെക്കൻഡ് ഓപ്ഷനായി നൽകിയിട്ടുള്ള 1400 പേരിൽ നിന്നും പ്രായം, വിതൗട്ട് മെഹറം എന്നീ പരിഗണനകൾ മുൻനിർത്തി 516 പേരോളം ഹാജിമാർക്ക് എംബാർക്കേഷൻ മാറ്റി നൽകി. ഇതുമായി ബന്ധപ്പെട്ട ഒരു സർക്കുലറും ഇറങ്ങിയില്ലെങ്കിലും ഇവയെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകളാണ് ആധാരം. എംബാർക്കേഷൻ മാറ്റുന്നതിനായി മിസലേനിയസ് ആപ്ലിക്കേഷനുമായി വീണ്ടും ഹാജിമാർ കോടതിയിലെത്തി. പക്ഷേ കാര്യമായ പ്രയോജനങ്ങൾ ഒരു തരി പോലും അവർക്ക് ലഭിച്ചില്ല എന്നതാണ് വാസ്തവം. കരിപ്പൂരിൽ നിന്നുള്ള ഹജ്ജ് സമയത്ത് മാത്രമാണ് ഇത്തരത്തിലുള്ള വലിയ അനീതി പ്രകടമാകുന്നത്. ഇന്ത്യയിൽ നിന്നും പോകുന്ന ഹാജിമാരിൽ, അതും ഒരു എംബാർക്കേഷൻ പോയിന്റിൽ നിന്നും പോകുന്ന 5000-ഓളം ഹാജിമാരെയും അവരുടെ കുടുംബാംഗങ്ങളെയും നേരിട്ട് ബാധിക്കുന്ന വിഷയത്തിന് മുസ്ലിം സമുദായത്തിൽ നിന്നും വേണ്ടത്ര പിന്തുണ ലഭിച്ചില്ല എന്നത് വളരെ ദുഃഖകരമാണ്. ഹാജി ആയതിനാൽ ഒരു സമര പരിപാടിക്ക് പോലും മുന്നിട്ടിറങ്ങുവാൻ താല്പര്യമില്ലാതിരുന്ന ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായി ആരും സംസാരിച്ചതായുള്ള വാർത്തകളും കണ്ടതില്ല. എന്നിരുന്നാലും ഇതിനെ ചെറുക്കുവാൻ രാഷ്ട്രീയപരമായും നിയമപരമായും കുറച്ച് ഹാജിമാരും കുറച്ച് നോൺ ഹാജിമാരും ഇത്തവണ ഇറങ്ങിത്തിരിച്ചിരുന്നു. അവരുടെ പ്രവർത്തനങ്ങൾ എല്ലാം വിഫലമായെങ്കിലും കണ്ണൂരിലേക്ക് കുറച്ചു പേരെയെങ്കിലും മാറ്റുവാൻ സാധിച്ചു എന്നതാണ് ഏക ആശ്വാസം. ഇതിനായി കേരള ഹജ്ജ് കമ്മിറ്റിയും കുറച്ച് എംപിമാരും നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതായി നേരിട്ടറിയാം. ഹജ്ജിന്റെ സമയത്തെ ഹാജിമാരെ ചൂഷണം ചെയ്യുന്ന ഇത്തരം രീതികൾ നീതിയുക്തമല്ല. ഇതിലെ വിശ്വാസയോഗ്യമായ കാരണങ്ങൾ ഇപ്പോഴും കാണാമറയത്താണ്. ഇത്തരത്തിലുള്ള അവസ്ഥ അടുത്ത ഹാജിമാർക്കും വരാതിരിക്കുവാനായി നമുക്കറിയാവുന്ന പോലെ ഈ കാര്യങ്ങൾ സ്പ്രെഡ് ചെയ്യുവാനും അടുത്ത ഹജ്ജിന്റെ അപേക്ഷാ വേളയിൽ മഹല്ല് ജുമാകളിൽ ഈ വിഷയം എത്തിക്കുവാനും എല്ലാവരും ശ്രമിക്കണം. ഇനിയൊരു ഹാജിയും അറിഞ്ഞുകൊണ്ട് ഈ പിടിച്ചുപറിക്കും ചൂഷിതരാകാതിരിക്കുന്നതിനും വേണ്ടി നമുക്ക് പ്രയത്നിക്കാം. നിങ്ങളുടെ ദുആയിൽ ഞങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുമെന്ന വിശ്വാസത്തിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.